ഹായ്, നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്റർ എടുത്തുകൊണ്ടിരുന്നു അല്ലേ? അപ്പം നമ്മളിന്ന് അതിലെ സെക്കൻഡ് മെയിൻ ടോപ്പിക്കാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. ഇതാണ് നമ്മൾ എടുക്കുന്നത്. ന്യൂട്ടൺ സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. ഫസ്റ്റ് ലോ ഇനേർഷ്യയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി തേർഡ് ലോ അതോ സെക്കൻഡ് ലോയും തേർഡ് ലോ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. നോക്കിയാൽ ആദ്യം നമ്മൾ സെക്കൻഡ് ലോ ആണ് പറയണത്. ഫസ്റ്റ് ലോയിൽ ഫോഴ്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരുന്നു ഇല്ലേ? ഫോഴ്സ് എന്താണ്? ഇനേർഷ്യക്ക് മാറ്റം വരുത്തുന്നത് എന്തോ അതാണ് ഫോഴ്സ് അല്ലേ? റെസ്റ്റിൽ നിന്ന് മോഷനിലേക്കും അല്ലെങ്കിൽ മോഷന് റെസ്റ്റിലേക്കും ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവരാൻ നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം? ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യണം? അതിനാണ് ഫോഴ്സ് എന്ന് വിളിക്കുക. വേറെ ഡെഫിനേഷൻ അതിനില്ലല്ലോ. ഓക്കെ. ഇനി സെക്കൻഡ് ലോയിൽ നമ്മൾ ഫോഴ്സ് എത്ര ഉണ്ട് എന്ന് മെഷർ ചെയ്യാണ്. ഫോഴ്സ് എന്താന്ന് പറഞ്ഞു, ഇനി അത് എത്ര ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാണ്. ഫസ്റ്റ് ലോ ക്വാളിറ്റേറ്റീവ് ആണ്, സെക്കൻഡ് ലോ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ആ ഫോഴ്സ് എത്ര ഉണ്ടെന്ന് മെഷർ ചെയ്യാണ്. അതെങ്ങനെ നമുക്ക് അളക്കാൻ പറ്റും, അത് എന്തുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് നമ്മൾ സെക്കൻഡ് ലോയിൽ പറഞ്ഞത്. സെക്കൻഡ് ലോയിൽ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. എന്താ പറയുക? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. നമ്മൾ മൊമെൻറ്റം എന്താണെന്ന് ഇവിടെ ഒന്നും പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന ക്വാണ്ടിറ്റിയാണ്. മാസിൻ്റെ വെലോസിറ്റിയാണ് മൊമെൻറ്റം. ഇപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താ? മൊമെൻറ്റത്തിൽ ഉണ്ടാണ് ആദ്യം ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. അതായത് ചേഞ്ച് ഇൻ മൊമെൻറ്റം, മൊമെൻറ്റത്തിൽ എത്ര ചേഞ്ച് ഉണ്ടായി എന്നുള്ളതാണ്. അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കിട്ടും. അതെന്താണ് അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം? ഒരു സെക്കൻഡിൽ മൊമെൻറ്റത്തിൽ എത്ര ചേഞ്ച് ഉണ്ടായി, ഒരു സെക്കൻഡിൽ മൊമെൻറ്റത്തിൽ എത്ര ചേഞ്ച് ഉണ്ടായി. തൽക്കാലം അതൊരു ആവറേജ് വാല്യൂ അങ്ങനെ വിചാരിക്കുക, ഇൻസ്റ്റൻറ്റേനിയസ് ആണെന്നാലും. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടി. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിയേ, എം വി ഫൈനൽ മൊമെൻ്റ് ആണ്. മാസിൻ്റെ വെലോസിറ്റി ആണ് മൊമെൻറ്റം. ഫൈനൽ വെലോസിറ്റി വി ആയതുകൊണ്ട് ഫൈനൽ വെലോസിറ്റി എന്താ? മൊമെൻ്റ് എന്താണ്? എം വി. ഇനീഷ്യൽ മൊമെൻ്റ് എന്തായിരിക്കും? എം യു. അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തു. നോക്കിയേ എന്താ കിട്ടുക? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റ് ആയി. ഇത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്? ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. എം വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ മൊമെൻറ്റം. എം യു ഇനീഷ്യൽ മൊമെൻറ്റം. എം വി മൈനസ് എം യു എന്ന് വെച്ചാൽ മുകളിൽ കാണുന്നത് ചേഞ്ച് ഇൻ മൊമെൻ്റ് ആണ്, ബൈ ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ഒരു സെക്കൻഡിൽ മൊമെൻറ്റത്തിൽ എത്ര ചേഞ്ച് ഉണ്ടായി, അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. നമ്മൾ ഈക്വൽ ടു എന്നാണ് ഇനി എഴുതുക. അത് ഈക്വൽ ടു എഴുതിയാൽ തെറ്റില്ല. അപ്പോൾ നമുക്കിത് ഇതെന്താണ് ആക്ച്വലി എന്താണ് ഈ ക്വാണ്ടിറ്റി നോക്കിയാൽ? എം വി മൈനസ് എം യു എന്ന് പറഞ്ഞാൽ ഏതാ ക്വാണ്ടിറ്റി? മാസ് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ വി മൈനസ് യു ബൈ ടി. നമ്മൾ ഈക്വൽ ടു ഇനി നോക്കിയേ, ഇവിടെ ഈ കോൺസ്റ്റന്റ് 1 ആയതുകൊണ്ടാണ്. ഈ വി മൈനസ് യു ബൈ ടി എന്ന് പറഞ്ഞാൽ ആക്സലേഷൻ അല്ലേ? അപ്പോൾ എം എ ഈസ് ഈക്വൽ ടു എഫ്. ഇതല്ല നമ്മൾ എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറഞ്ഞത്. ഇനി നമ്മളിത് കുറച്ചും കൂടി ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതേ ഇക്വേഷനെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടി അല്ലേ? ഇത് നമ്മൾ എങ്ങനെ എഴുതുക? എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. വെരി ഇമ്പോർട്ടൻറ്റ്. ഡി പി മീൻസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം, സ്മോൾ ആണ്, സ്മോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം, ബൈ ഡി ടി സ്മോൾ ചേഞ്ച് ഇൻ ടൈം. അപ്പോൾ ഡി പി ബൈ ഡി ടി മനസ്സിലായില്ലേ? അപ്പോൾ എന്തൊക്കെ ഇവിടെ നമ്മൾ പഠിച്ചു? ഫസ്റ്റ് സെക്കൻഡിലോ പഠിച്ചു. എന്താണ് സെക്കൻഡിൽ പറഞ്ഞത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. എന്ന് വെച്ചാൽ ഫോഴ്സ് കൂടുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കൂടും, ഫോഴ്സ് കുറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കുറയും. ഇത് തിരിച്ചു ആവുക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കൂടിയാൽ ഫോഴ്സ് കൂടും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കുറഞ്ഞാൽ ഫോഴ്സ് കുറയും, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയതുകൊണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ഇത് നോക്കിയാൽ അതിന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് എഴുതി, മാത്സിൽ എഴുതിയപ്പോൾ എം വി മൈനസ് എം യു ബൈ ടി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എഫ്. ഇത് ഈക്വൽ ടു എഴുതുക. അങ്ങനെ വന്നപ്പോഴാണ് എഫ് ഇസിക്കൽ ടു എം എ എന്നുള്ള ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇതാണ് സെക്കൻഡ് ലോൻ്റെ ഒരു ഇക്വേഷൻ. അതും ഇതും രണ്ടും ഒന്ന് തന്നെയാണ്, ഡി പി ബൈ ഡി ടി. മനസ്സിലായില്ലേ? ഇനി യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഏതാണ്? നമ്മൾ ഈ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ദെൻ കിലോഗ്രാം വെയിറ്റ്. കിലോഗ്രാം വെയിറ്റ്. ഡൈൻ സി ജി എസിലെ യൂണിറ്റ് ആണ് ആര്? ഡൈൻ. ഡൈനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് മെഷർ ചെയ്യുന്ന മീറ്റർ ആണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കണ്ട. ഡൈനോമീറ്റർ ഫോഴ്സ് മെഷർ ചെയ്യുന്ന മീറ്റർ ആണ്.
കിലോഗ്രാം വെയിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഇനി വഴിയൊക്കെ പറയും ന്യൂട്ടൺ SI യൂണിറ്റ്. ഓക്കെ, യൂണിറ്റ് ഓഫ് ഫോഴ്സ് പറഞ്ഞു. ഫോഴ്സിൻ്റെ ഇക്വേഷന് യൂണിറ്റും പറഞ്ഞു. ഇക്വേഷൻ അപ്പോൾ എന്തൊക്കെയാണ്? ഫോഴ്സിൻ്റെ ഇക്വേഷൻ dP/dt ദെൻ അല്ലെങ്കിൽ F = ma, രണ്ടും ഒന്നാണ്. ഓക്കെ, സെക്കൻഡ് ലോ എന്നാണ് അത് ഉണ്ടായത്. ഇതിൻ്റെ ഒരു അർത്ഥം കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നോക്കിയാൽ, ഒരു പന്ത് ഇങ്ങനെ വരുന്നു, ഹൈ സ്പീഡിലാണ് വരുന്നത്. ഒരു ക്രിക്കറ്റ് ബോൾ വരികയാണ്, ഹൈ സ്പീഡിലാണ് വരുന്നത്. ഇപ്പം നല്ല മൊമെൻ്റ് അല്ലേ അതിന്? നമ്മളത് ക്യാച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മൊമെൻ്റ് എന്തായി? 0 ആയി. കാരണം അത് റെസ്റ്റിലേക്ക് മാറിയില്ലേ, മൊമെൻ്റം 0 ആയി. നമ്മളൊരു ബോൾ വന്നത് ക്യാച്ച് ചെയ്യാന്ന് പറയുമ്പോൾ ആക്ച്വലി അവിടെ നടക്കുന്നത് എന്താണ്? ഈ പറഞ്ഞ ചേഞ്ച് ഇൻ മൊമെൻ്റ് ആണ്. ഒരു ഹൈ സ്പീഡിൽ വരുന്ന ഒരു ബോൾ നമ്മൾ ക്യാച്ച് ചെയ്യുമ്പോൾ അവിടെ ആക്ച്വലി എന്ത് സംഭവിച്ചു? നമ്മൾ പറഞ്ഞ ഈ സംഭവം ഉണ്ടായി, ചേഞ്ച് ഇൻ മൊമെൻ്റ് ഉണ്ടായി ഇല്ലേ? നല്ല മാസ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. പിടിച്ചു കഴിഞ്ഞാൽ വെലോസിറ്റി 0 ആയി, മൊമെൻ്റം എന്തായി? ചേഞ്ച് ഉണ്ടായി. അതിനടുത്ത ടൈമാണ് എന്ത്? ടി. എത്ര സമയം കൊണ്ടാണ് ആ ചേഞ്ച് ഉണ്ടായത്? അതാണ് ടി. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളെ കയ്യിൽ എത്ര ഫോഴ്സ് ഉണ്ടായി നമുക്ക് കിട്ടും അല്ലെ? പന്ത് പിടിക്കുമ്പോൾ കൈ വേദനിക്കും, നമ്മളെ കയ്യിൽ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഒരു മതിലിൽ വന്നിട്ട് ഒരു കാർ ഇടിച്ചു വിചാരിക്കുക, അവിടെ എത്ര ഫോഴ്സ് ഉണ്ടായി? എങ്ങനെയാണ് മെഷർ ചെയ്യുക? ആദ്യം കാറിന് മാസ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, ദെൻ ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വെലോസിറ്റി എന്തായി? 0 ആയി. അതുകൊണ്ട് തന്നെ മൊമെൻ്റ് എന്തായി? 0 ആയി. ഇപ്പോൾ ഇനീഷ്യൽ മൊമെൻ്റ് ഹൈ ആണ്, ഫൈനൽ മൊമെൻ്റം 0 ആണ്. എന്തായാലും ചേഞ്ച് ഇൻ മൊമെൻ്റ് ഉണ്ടായില്ലേ? ചേഞ്ച് ഇൻ മൊമെൻ്റ് ഉണ്ടായി. ആ എടുക്ക സമയത്തിനോട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫോഴ്സ് കിട്ടും. വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഇടിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് പെട്ടെന്ന് ഒറ്റയിടി ഇടിക്കുകയാണെങ്കിൽ നല്ല ഫോഴ്സ് ഉണ്ടാവും, നല്ല പരിക്കുണ്ടാവും അവിടെ. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ അവിടെ ഒരു സ്പ്രിങ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു സ്പ്രിങ്, ആ മതിലിൽ വലിയൊരു സ്പ്രിങ് ഉണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ കാറ് വന്ന് ഇടിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ചേഞ്ച് ഇൻ മൊമെൻ്റ് ഒക്കെ ഉണ്ടാവും. ബട്ട് അത് വളരെ സ്ലോയിലാണോ നടക്കുക, ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുക? സ്ലോയിലല്ല നടക്കുക, കാരണം വന്ന് ഇടിച്ചിട്ട് ഇങ്ങനെ പതിയെ വന്നിട്ടല്ലേ സ്റ്റോപ്പ് ആവുള്ളൂ. അപ്പോൾ ടൈം അത്രയും കൂടിയില്ലേ? ടൈം കൂടുമ്പോൾ എന്താ ഉണ്ടാവുക? ഫോഴ്സ് കുറയും, ശരിയല്ലേ? പരിക്ക് കുറയും. നമ്മൾ ഓടി വന്നൊരു ബെഡിലേക്കാണ് ചാടുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, വെള്ളത്തിലേക്ക് ചാടിയാലും പ്രശ്നമില്ല. എന്താ കാരണം? നമ്മൾ ഓടി വരുമ്പോൾ നമുക്ക് നല്ല മൊമെൻ്റ് ഉണ്ട്. നമ്മൾ റെസ്റ്റിലായി കഴിഞ്ഞാൽ മൊമെൻ്റം 0 ആണ്. മൊമെൻ്റ് എന്താണ്? 0 ആണ്. ഇതിനെടുക്കുന്ന സമയം നോക്കിയാൽ, വെള്ളത്തിലാണെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ സ്ലോലി ആയിട്ട് പതിയെ എത്തുള്ളൂ, 0യിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻ്റ് എടുക്കുന്ന സമയം എന്താണ്? കൂടുതലാണ്. ഫോഴ്സ് അപ്പം എന്താണ്? കുറവാണ്. ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായോ? ഓക്കെ, ബെഡിലൊക്കെ ചാടുമ്പോൾ നമ്മൾ പതിയെ വന്ന് ഇങ്ങനെ സ്റ്റോപ്പ് ആവുള്ളൂ. അതൊരു ഉറച്ച സ്ഥലമാണ്, ഒരു പാറയാണെന്ന് വിചാരിക്കുക. നമ്മൾ ഓടി വരുമ്പോൾ നല്ല മൊമെൻ്റ് ഉണ്ട്. ലാസ്റ്റ് നിങ്ങൾ നോക്കിയേ, നമ്മൾ അതിലേക്ക് വീണ് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് മൊമെൻ്റം 0 ആവും. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻ്റം ഉണ്ട്, അതിനടുത്ത സമയം വളരെ കുറവാണ്, നല്ല ഫോഴ്സ് ഉണ്ടാവും. ഇനി ചേഞ്ച് ഇൻ മൊമെൻ്റം ഹൈ ആണ്, എന്താ? നല്ല സ്പീഡിലാണ് നമ്മൾ വരുന്നത്, എന്നിട്ട് സ്റ്റോപ്പ് ആവുകയാണ്. എവിടെയെങ്കിലും ഇടിച്ച് സ്റ്റോപ്പ് ആവുകയാണ്. നിങ്ങൾ നോക്കിയാൽ ആദ്യം ഹൈ മൊമെൻ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻ്റ് അവിടെ കൂടുതലാണ്, ഫോഴ്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. എന്നാൽ പതിയെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ പരിക്ക് എന്താണ്? കുറവാണ്, ഫോഴ്സ് കുറവാണ്. കാരണം ആദ്യം ചെറിയ മൊമെൻ്റേ ഉള്ളൂ, ആദ്യത്തെ മൊമെൻ്റ് 10 ആണ്, ദെൻ 0 ആയി. അപ്പോൾ 10 - 0 അല്ലെങ്കിൽ 0 - 10, അത്രയല്ലേ ഉള്ളൂ, 10ൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ഹൈ സ്പീഡിൽ വരുമ്പോൾ 100 0 ആണ്, പിന്നെ സ്പീഡ് കൂടിയ 1000 0 ആണ്. അങ്ങനെ വിചാരിച്ച് നോക്കിയാൽ അപ്പോൾ ഇക്വേഷൻ്റെ അർത്ഥം ഫീൽ ചെയ്തോ? നമ്മൾ ന്യൂമറിക്കലായിട്ട് വെറുതെ നമ്പറോ ഇക്വേഷനോ പറഞ്ഞ പോലെ ആ ഇക്വേഷൻസ് എന്താ നമുക്ക് ഫീൽ ചെയ്യണം. ഇത് കഴിഞ്ഞില്ല. ഇനി ലീനിയർ മൊമെൻ്റ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ലീനിയർ മൊമെൻ്റ് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ പോയിന്റ് ആണെന്നാലും ജസ്റ്റ് പറയാണ്, P = m × v. ഈ ക്വാണ്ടിറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ലീനിയർ മൊമെൻ്റ്. മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് ഇൻറ്റു വെലോസിറ്റി. യൂണിറ്റ് എന്താ വരിക? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അതന്നെ ഉള്ളൂ മൊമെൻ്റം. മാസ് ഇൻറ്റു വെലോസിറ്റി, വേറെ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി ഇമ്പൾസ്. റെസ്റ്റിലാണ് ഒരു ഒബ്ജക്റ്റിന്റെ മൊമെന്റ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഇമ്പൾസ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയാണ് അടുത്ത് നമ്മൾ പറയാൻ പോണത്. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇക്വേഷൻ അറിയാലോ, F = dP/dt. നോക്കിട്ടെ, ഈ F × dt നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇമ്പൾസ്. F × dt, ഇമ്പൾസ്. അതായത് ഒരു ഫോഴ്സ് അത് ആക്ട് ചെയ്ത ടൈം കൊണ്ട് ഇൻഡ് ചെയ്ത് കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് എന്ത്? ഇമ്പൾസ്. നോക്കി, ഇതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. F × dt ചെയ്ത് കഴിഞ്ഞാൽ dP കിട്ടൂല. dP എന്താണ്? dP ചേഞ്ച് ഇൻ മൊമെൻ്റം. എന്താണ്? ചേഞ്ച് ഇൻ മൊമെൻ്റം. ഇതിന് നമ്മൾ ഇമ്പൾസ് മൊമെൻ്റം തിയറി എന്ന് പറയും. എന്താ പറയാ? ഇമ്പൾസ് മൊമെൻ്റം തിയറി.
ഇമ്പൾസ് മൊമെൻറ്റം തിയറിയാണ്. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് മനസ്സിലായില്ലേ? സെക്കൻഡ് ലോ തന്നെ കിട്ടിയതാണ്. അപ്പോൾ I = F × dt dp. ഇതാണ് ഇമ്പൾസ് കാണാനുള്ള ഇക്വേഷൻ. എന്താണ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ് ഇൻറ്റു ടൈം ഇൻറ്റു ചെയ്ത് കിട്ടുന്ന ആ ക്വാണ്ടിറ്റി നമ്മൾ ഇമ്പൾസ് എന്നാണ് പറയുക. ഇനി ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയാം, അത് വേറെയാണ്. ഇമ്പൾസീവ് ഫോഴ്സ് എന്താണ്? വളരെ ഷോർട്ട് ടൈം കൊണ്ട് ആക്ട് ചെയ്യുന്ന വലിയ ഫോഴ്സിന് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയാം. ഒരു നെയിലെടുത്തിട്ട് അത് ഹാമർ കൊണ്ട് ഹിറ്റ് ചെയ്യുക, ഹാമർ ഇട്ട് അടിക്കുക ഒരു ആണിയെ, ആദ്യ ഫോഴ്സിന് നമ്മൾ എന്താ പറയുക? ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയും. അതുപോലെ ഒരു ഫുട്ബോൾ കിക്ക് ചെയ്യുക, ഫുട്ബോൾ നമ്മൾ എന്ത് ചെയ്യാണ്? കിക്ക് ചെയ്യാണ്. അത് നമ്മൾ സ്ലോയിലല്ല അടിക്കണം, ഒറ്റ അടി അടിക്കുകയല്ലേ. അത് വളരെ ഷോർട്ട് ടൈം കൊണ്ട് ആക്ട് ചെയ്യുന്ന വലിയ ഫോഴ്സ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയും. ഇമ്പൾസ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്താണ്? F × dt ആണ്. അതായത് ഡി പിക്ക് ഈക്വൽ ആണ് ചേഞ്ച് ഇൻ മൊമെൻ്റ് ആണ്. അപ്പോൾ ഒരു സ്ഥലത്തുള്ള ചേഞ്ച് ഇൻ മൊമെൻ്റം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇമ്പൾസ് കണ്ടുപിടിക്കാൻ പറ്റും. അത് F × dt കാണാം, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻ്റം കാണാം. ഇങ്ങനെയൊക്കെ ഇമ്പൾസ് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഇമ്പൾസിന് വേറെ കുറച്ച് ഇക്വേഷൻസ് നമ്മൾ പറയുകയാണ്. ഇപ്പോൾ ചെറിയ കേസിലൊക്കെയാണ് നമ്മൾ ഇതുപോലെ F × dt. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ഒരു ആവറേജ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? F × t എന്ന് എഴുതാം. ഇത് ആവറേജ് എടുക്കണം. കുറേ സമയത്തുള്ള ഫോഴ്സ് ഒന്നിച്ച് ആവറേജ് എടുത്തിട്ട് നമ്മൾ ഇൻറ്റു ടി എന്ന് എഴുതുക. ഇത് ഫോഴ്സ് ഈക്വൽ ആണെങ്കിലാണ് നമ്മളിങ്ങനെ സെറ്റ്. നമുക്ക് എപ്പോഴാണ് ഇൻറ്റു ചെയ്യാൻ പറ്റുക? ഇപ്പോൾ 3 ഇതുപോലത്തെ മാർക്കർ ഉണ്ടെന്ന് വിചാരിക്കുക. ഓരോന്നിൻ്റെ പ്രൈസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ടോട്ടൽ പ്രൈസ് കാണാൻ ഇൻറ്റു ചെയ്താൽ മതി അല്ലേ? ഒന്ന് 5, അടുത്തും 5, അങ്ങനെ 3 ഉണ്ടെന്ന് വിചാരിക്കുക. 3 മാർക്കറുകൾ വിചാരിക്കട്ടെ. ഇങ്ങനെ ഇത് ഒന്ന് 5 ആണ്, ഇതും 5 ആണ്, ഇതും 5 ആണ്. നമ്മൾ എന്താ ചെയ്യുക? ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് കാണാൻ 3 × 5. നമുക്ക് എന്തുകൊണ്ടാണ് ഇൻറ്റു ചെയ്യാൻ പറ്റിയത്? വാല്യൂ സെയിം ആയതുകൊണ്ടല്ലേ. ഇനി ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ ആയിരുന്നെങ്കിലോ? 5, 3, 6.8 എന്തെങ്കിലും റിലേഷൻസ് ഉണ്ടോ നോക്കുമ്പോൾ? ഇല്ലല്ലോ. നമ്മൾ സെപ്പറേറ്റ് എടുത്ത് ആഡ് ചെയ്യുന്നേ വേണ്ടി വരും. ഇങ്ങനെ എടുത്ത് ആഡ് ചെയ്യണം. 5 ഉണ്ട്, +3 +6.8, ഇതൊക്കെ വേറെ വേറെ ഇട്ടാ. ഇതൊക്കെ കൂടി നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ ആഡ് തന്നെ ചെയ്യേണ്ടി വരും. ഇനി ഇങ്ങനെ റിലേഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. അടുത്ത കേസ് ഇട്ടാ, അടുത്തൊരു കേസ് 2, 4, 6, അടുത്ത വാല്യൂ നമുക്കറിയാം 8 ആണ്. അതെങ്ങനെ പറയാൻ പറ്റും നമുക്ക്? ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ട്, ഒരു ഇക്വേഷൻ വേണമെങ്കിൽ എഴുതാൻ പറ്റും. അടുത്തത് 4-മത്തതാണെങ്കിൽ 8, അപ്പോൾ 2x എന്നൊക്കെ എഴുതാൻ പറ്റും, ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇങ്ങനത്തെ കേസ് നമ്മൾ എന്താ ചെയ്യുക? ആഡ് ചെയ്യാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യും. എന്താ ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അതായത് ഒരു അടുത്തൊരു വാല്യൂ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, അവർ തമ്മിൽ റിലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാൻ, ഇവരെ വാല്യൂസ് ഒക്കെ ആഡ് ചെയ്യാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് പറഞ്ഞതാണ് ഇവിടെ. ഇനി നോക്കിയേ, ഇത് എന്തുകൊണ്ടാണ്? ആവറേജ് എടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ വാല്യൂ സെയിം ആക്കി എടുത്തു അല്ലെ, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആക്കി എടുത്തു. അങ്ങനെയാണ് നമുക്ക് ഇൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി എന്നാലൊരു ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണെങ്കിലോ, ചേഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷൻ ഉള്ളതാണെങ്കിൽ നമ്മളിങ്ങനെ F × dt ആണ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. കണ്ടിന്യൂസ് വേരിയേഷൻ ഉള്ള വാല്യൂസ് ആണെങ്കിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. നേരത്തെ ഇവിടെ പറഞ്ഞില്ല, കണ്ടിന്യൂസ് വേരിയേഷൻ 2, 4, 6 അല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻ ഉണ്ട്, x², 1, 3, 9 അങ്ങനെയൊക്കെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻ്റഗ്രേറ്റ് ചെയ്യും. യൂണിഫോം വാല്യൂ ആണ്, സെയിം വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു ചെയ്യും. ഇത് എങ്ങനെയാണ് സെയിം വാല്യൂ എന്ന് മനസ്സിലായി? ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരൊറ്റ വാല്യൂ ആക്കണം, ഒറ്റ യൂണിഫോം വാല്യൂ ആക്കണം നമ്മൾ ആവറേജ് എടുക്കണം ഇവിടെ ചെയ്യണത്. ഇത് റെഡി അല്ലേ? ഇക്വേഷൻസ് റെഡി അല്ലേ? ഇനി ഇവിടെ ഒരു പോയിന്റ് പറയേണ്ടത് നമ്മളൊരിക്കൽ ഡിസ്കസ് ചെയ്തതാണ്. ഫോർ എ ഗിവൺ ചേഞ്ച് ഇൻ മൊമെൻറ്റം, അതായത് F = dp/dt, സെക്കൻഡ് ലോ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം = ഫോഴ്സ്. നോക്കിയ ഇത് കോൺസ്റ്റന്റ് ആണ്, അതാണ് ഫോർ എ ഗിവൺ ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഇത് കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ അങ്ങനെ നോക്കിയ എഫും ഡി ടിയും തമ്മിലുള്ള ബന്ധം എന്താണ്? അല്ലെങ്കിൽ എഫും ടിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇൻവേഴ്സിലി അല്ലേ, ടൈമുമായിട്ട് ഇൻവേഴ്സിലി അല്ലേ, അല്ലെങ്കിൽ ഡി ടിയോ എടുക്കാം. ടൈമുമായിട്ട് ഫോഴ്സ് ഇൻവേഴ്സിലി ആണ് എന്ന് വെച്ചാൽ ഇവിടെ ഡി പി ഫിക്സ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫും ഡി ടിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ആണ്. എന്താണ് ഇക്വേഷൻ നമ്മളോട് പറയുന്നത്? ടൈം കൂടുമ്പോൾ ഫോഴ്സ് കുറയും, ടൈം കുറഞ്ഞാൽ ഫോഴ്സ് കൂടും, ഇൻവേഴ്സിലി ഓപ്പോസിറ്റ്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മൾ നേരത്തെ പറഞ്ഞേ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് എടുക്കാൻ ടൈമാണത്, അത് കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സ് കുറയും. സ്പ്രിങ്, നമ്മൾ സ്പോഞ്ച്, ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മൾ വന്നിട്ട് ഈ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഉണ്ടാവാൻ എടുക്കുന്ന സമയം കൂടുതലായിരിക്കും, ഫോഴ്സ് എന്തായിരിക്കും? കുറവായിരിക്കും. നമ്മൾ ലോങ് ജമ്പ്, ഹൈ ജമ്പ് ഒക്കെ ചാടുന്നിടത്ത് നമ്മൾ മണ്ണൊക്കെ ഇങ്ങനെ കിളച്ചിടും. എന്തിനാണത്? ഉറച്ച സ്ഥലമായി കഴിഞ്ഞാൽ ഈ ടൈം കുറവായിരിക്കും, ഫോഴ്സ് കൂടും. എന്നാൽ ലൂസായി കിടക്കാൻ മണ്ണൊക്കെ നമ്മൾ ആ സ്പോഞ്ചിങ് ഇഫക്റ്റ് ചെറുതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സ്ലോയിൽ വന്നിട്ടാണ്
വരിക, കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് എന്താ ഉണ്ടാവുക, ടൈം എടുക്കുന്നതുകൊണ്ട് ഫോഴ്സ് കുറയും. സ്ലോ എന്ന് പറഞ്ഞാൽ അതല്ല, ടൈം കൂടും അർത്ഥത്തിലാണ് കേട്ടോ. പിന്നെ ബെഡ്, അതായത് നമ്മൾ ഒളിമ്പിക്സിലൊക്കെ കണ്ടില്ലേ, ബെഡിലൊക്കെ വന്നിട്ടാണ് അവർ ചാടുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ലോ എന്താ പറയുക, കുറേ സമയം എടുത്തിട്ടാണ് ചേഞ്ച് ഇൻ മൊമെൻ്റ് ഉണ്ടാവുന്നത്. ടൈം കൂടുതലാണ്, ഫോഴ്സ് കുറവാണ്. ഉറച്ചൊരു സ്ഥലമാണ്, ഹാർഡായിട്ടുള്ളൊരു സ്ഥലമാണെങ്കിൽ എന്താ ഉണ്ടാവുക, സെക്കൻഡ് കൊണ്ട് സ്റ്റോപ്പ് ആവും. ചേഞ്ച് ഇൻ മൊമെൻ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ടൈം കുറവാണ്, കുറഞ്ഞ സമയത്തിനുള്ള ചേഞ്ച് ഇൻ മൊമെൻ്റ് നടക്കുന്നത്. ഹൈ സ്പീഡിൽ വരുന്ന സാധനം വളരെ കുറഞ്ഞ സെക്കൻഡ് കൊണ്ട് എന്തായി മാറുകയാണ്, മൊമെൻ്റ് എന്തായി മാറുകയാണ്, 0 ആയി മാറുകയാണ്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻ്റ് എടുക്കുന്ന സമയം കുറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ക്ലിയർ ആവുണ്ടോ? നെക്സ്റ്റ് ഒരു ഗ്രാഫ് നമ്മളിവിടെ തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കിയാൽ ഫോഴ്സ് ടൈം ഗ്രാഫാണ്. ഈ ഇതിൻ്റെ ഏരിയ കാണുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, നിങ്ങൾ ആലോചിക്കുക. ഇതിൻ്റെ ഏരിയ കണ്ടാൽ അത് F×T അല്ലേ, റെക്റ്റാങ്കിൾ ആണ് വിചാരിച്ചു, ഇത് റെക്റ്റാങ്കിൾ അല്ലേ. ഇപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം അല്ലേ. ഫോഴ്സ് ഇൻ ടൈം ഏതാണ്, ഇമ്പൾസ് ആണ്. ഇതിൻ്റെ ഇമ്പൾസ് കാണാൻ എന്ത് ചെയ്താൽ മതി, അപ്പോൾ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു പറഞ്ഞേ ആൾജിബ്രിക് സം ഓഫ് ഏരിയ, ആൾജിബ്രിക് സം ഓഫ് ഏരിയ. അങ്ങനെ പറഞ്ഞാൽ എന്താ ആൾജിബ്രിക് സം ഓഫ് ഏരിയ എന്നാൽ വെറുതെ ഏരിയ കണ്ടിട്ട് കാര്യം. അപ്പോൾ താഴോട്ട് ഏരിയ ഉണ്ടെങ്കിൽ അത് മൈനസ് ആക്കി എടുക്കണം. എക്സ് ആക്സിന് താഴോട്ട് ഏരിയ ഉണ്ടെങ്കിൽ അത് എന്താക്കി എടുക്കണം, മൈനസ് ആക്കി എടുക്കണം. മുകൾക്കുള്ളത് പ്ലസ് ആക്കി എടുക്കണം. അങ്ങനെ കണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്നാണ് പറഞ്ഞത്, ഇമ്പൾസ് കിട്ടും. ഇമ്പൾസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം കിട്ടും, അല്ലെങ്കിൽ ഇമ്പൾസ് കിട്ടും. ചേഞ്ച് ഇൻ മൊമെൻ്റ് ആണ് ഇമ്പൾസ്. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഇമ്പൾസ്. നമ്മൾ അതിനെന്താ പറയുക, തിയറി എന്താ പറയുക, ഇമ്പൾസ് മൊമെൻറ്റം തിയറി. ഓക്കെ അല്ലേ? അത് വളരെ വലിയൊരു ക്ലൂ ആണ് മെക്കാനിക്സിൽ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നമ്മൾ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോയുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് കുറച്ച് കാര്യങ്ങൾ സെക്കൻഡ് ലോ കുറച്ച് ചെറിയ രീതിയിൽ നമ്മൾ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യാൻ നോക്കുകയാണ്. ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ വേറെ കുറച്ച് കാര്യം കൂടി ഇവിടെ വരുന്നുണ്ട്. ആദ്യം നോക്കുക, 4th പോയിന്റ്. നമ്മൾ സെക്കൻഡ് ഇവിടെ എഴുതിയില്ലേ, തേർഡ് ഇവിടെ എഴുതി ഇമ്പൾസ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് 4th പോയിന്റ് ഡിസ്കസ് ചെയ്യാം. നോക്കിയാൽ കൺവെയറിൻ്റെ ഒരു കേസ്. കൺവെയർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ബെൽറ്റ് നമ്മളിങ്ങനെ ഫാക്ടറിയിലൊക്കെ ഉണ്ടാവും, 2 പുള്ളിയൊക്കെ വെച്ചിട്ട് ഇതിലൂടെ ഒരു ബെൽറ്റ്, മൂവിങ് ബെൽറ്റ്. നമ്മൾ എയർപോർട്ടിൽ ഇതൊക്കെ വരുന്ന പെട്ടികളൊക്കെ വരുന്നത് കണ്ടിട്ടില്ലേ, ലഗേജൊക്കെ വരുന്ന ഇങ്ങനെ ഒരു ബെൽറ്റിലൂടെ ഇങ്ങനെ നീങ്ങി വരുന്നത്, അതുപോലത്തെ ഒരു സെറ്റപ്പാണിത്. അപ്പോൾ ഇതിങ്ങനെ കറങ്ങും. ഇതിങ്ങനെ കറങ്ങുമ്പോൾ ഈ ബെൽറ്റ് ഇതിങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ഇതിമ എന്താണോ വെച്ചത് അതിങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിമ കുറച്ച് ഒബ്ജക്റ്റുകൾ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിലിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഒരു അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ ഫോഴ്സ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ v വെലോസിറ്റി. ഓക്കെ, ഇതിന് വെലോസിറ്റി മാറാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്താണ്, ഇതിന് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഉണ്ടാവില്ലേ, ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഉണ്ടാവും, പക്ഷെ ഒരേ യൂണിഫോം വെലോസിറ്റിയിൽ പോകണം. അങ്ങനെയാണത്തെ ഒരു കേസ് നിങ്ങൾ വിചാരിക്കട്ടെ. ഞാൻ പറയാം, നമ്മൾ സെക്കൻഡിൽ എന്താണ്, F=dp/dt. ഞാൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. dp/dt നമുക്ക് dp ഇത് മൊമെൻ്റ് അല്ലേ, മാസ് ഇൻറ്റു വെലോസിറ്റി. ഇവിടെ വെലോസിറ്റി മാറാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാസ് മാറണ്ടേ, വെലോസിറ്റി മാറാൻ പാടില്ല. എങ്കിൽ ഇതൊരു ഓക്കെ, ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിച്ചോളൂ. ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് എന്താ ചെയ്താൽ, ഒറ്റ മിനിറ്റ് കേട്ടോ, dm/dt. ഇതെന്താണ് ആക്ച്വലി ഈ dm/dt എന്താണ്, ഒരു മിനിറ്റ്, F=dp/dt. ഇത് ക്ലിയർ ആണോ? F=dp/dt. പിന്നെ ഞാൻ എന്ത് ചെയ്തി, dm/dt × v അല്ലേ, d/dt ഓഫ് m × v. ഇതാണ് p. ഇനി നോക്കി ഞാൻ ഏതൊന്ന് വേറെ ആക്കി എഴുതാം, അപ്പം കുറച്ചും കൂടി മനസ്സിലാവും എന്താ അതിൻ്റെ അർത്ഥം. നോക്കി, ഈ dm/dt എന്താ എഴുതിയത്, ഞാൻ എന്തുകൊണ്ട് വിക്ക് എഴുതിയില്ല, v കോൺസ്റ്റൻ്റ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ dm/dt എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം, മാസ് പെർ സെക്കൻഡ് ആണ്. അങ്ങനെ അതിലേക്ക് നമ്മൾ എത്ര മാസ് ആഡ് ചെയ്യണം, ഈ dm/dt ആണ് ഇവിടെ വരുന്നത്. എത്ര മാസ് ഒരു സെക്കൻഡിൽ എത്ര ചേഞ്ച് ഇൻ മാസ് വേണം, മാസ് അതിലേക്ക് നമ്മളിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ എത്ര മാസ് ആഡ് ചെയ്യണം എന്നുള്ളതാണ് ആ dm/dt. അതായത് മാസ് ചേഞ്ച് ഇൻ മാസ് ബൈ ടൈം എന്നല്ലേ, സമയം എന്തായാലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചേഞ്ച് ഇൻ മാസ് ബൈ ടൈം.
അങ്ങനെ വെച്ചാൽ ഒരു സെക്കൻഡിൽ എത്ര മാസ് നമ്മൾ ആഡ് ചെയ്യണം, ഒരു സെക്കൻഡിൽ എത്ര മാസ് ആഡ് ചെയ്താലാണ് അത് ഒരേ വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഒരു കേസ് മനസ്സിലായി നിങ്ങൾക്ക്? കൺവെയർ ഒരേ സ്പീഡിൽ പോകണം എങ്കിൽ അതിലേക്ക് എത്ര മാസ് നമ്മൾ എത്ര ലഗേജോ എന്തെങ്കിലുമൊക്കെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം, എത്ര ലഗേജ് ആഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഒരേ ഫോഴ്സാണ് അത് കൊടുക്കണമെന്ന് വിചാരിക്കുക, എങ്കിലും ഒരേ വെലോസിറ്റിയിൽ പോണത് എത്ര, ഈ ക്വാണ്ടിറ്റി എത്ര, അങ്ങനത്തെ ഒരു കേസാണത്. ഇനി അടുത്ത് മനസ്സിലാവും, ഒന്നും കൂടി ചെയ്യുമ്പോൾ അങ്ങനെ മനസ്സിലാവും. ഫോഴ്സ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ വി, നമ്മൾ ബ്ലഡ് പമ്പ് ചെയ്യാണ്, ഹാർട്ട് ഇങ്ങനെ ബ്ലഡ് പമ്പ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ അതിൻ്റെ സെക്കൻഡിൽ അപ്ലൈ ചെയ്ത് നോക്കണം. എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. എന്താ എഴുതുക? ഡി ബൈ ഡി ടി ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി, ഇതല്ലേ മൊമെൻറ്റം. ഞാൻ എഴുതണം നോക്കിയേ, ഡി എം ബൈ ഡി ടി ഇൻറ്റു വി, നേരത്തെ എഴുതി അതേപോലെ. ഇതെന്താണ് സംഭവം പറയും? വി വെലോസിറ്റി ഓഫ് ബ്ലഡ് ആണ്. ഡി എം ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് ബ്ലഡ് ഇൻ 1 സെക്കൻഡ്, അങ്ങനെ കാണാം. ആവറേജ് എടുക്കുകയാണെങ്കിൽ മാസ് ഓഫ് ബ്ലഡ് പമ്പ്ഡ് ഇൻ 1 സെക്കൻഡ്. എന്താ അതിൻ്റെ അർത്ഥം? ഒരു സെക്കൻഡിൽ എത്ര ബ്ലഡ് പമ്പ് ചെയ്യണം, എത്ര മാസ് ബ്ലഡ് പമ്പ് ചെയ്യണം, എത്ര കിലോഗ്രാം ബ്ലഡ് പമ്പ് ചെയ്യണം. ലിറ്ററിലെല്ലാം പറഞ്ഞാൽ കിലോഗ്രാം, അതൊക്കെ നമുക്ക് മറിച്ചും തിരിച്ചും കാണാമല്ലോ. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ബ്ലഡ് പമ്പ് ചെയ്യണം, എത്ര വെലോസിറ്റിയിലാണ് പമ്പ് ചെയ്യണം, എങ്കിൽ ഹാർട്ട് എത്ര ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും. ഇക്വേഷൻ എന്താ പറയണത്? എന്താണ്? എഫ് എന്താണ്? ഹാർട്ട് കൊടുക്കുന്ന ഫോഴ്സാണ്. ഡി എം ബൈ ഡി ടി ഹാർട്ട് ഒരു സെക്കൻഡിൽ പമ്പ് ചെയ്യുന്ന ബ്ലഡാണ്. വി വെലോസിറ്റി ഓഫ് ബ്ലഡ് ആണ്. ഇതൊക്കെ കൂടി കണക്ട് ചെയ്തൊരു ഇക്വേഷൻ ആണ്. ഇത് നമുക്ക് എന്തൊക്കെ മനസ്സിലാവും? ഇത് ഈ ഫോഴ്സ് അറിയാന്നുണ്ടെങ്കിൽ എത്ര വെലോസിറ്റിയിലാണ് പമ്പ് ചെയ്യണമെന്ന് നമുക്ക് കിട്ടും. ഇതും അറിയാന്നുണ്ടെങ്കിൽ ഇത് കിട്ടൂലേ. ഇനി നമ്മൾ നോക്കിയാണ് ഹാർട്ടിന്റെ ഫോഴ്സ് കുറഞ്ഞു, വെലോസിറ്റി അതേ വെലോസിറ്റിയാണ്, ഈ മാസ് കുറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് ഇതിൽ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അതുവരെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇനി ഒന്നുമില്ല, സെക്കൻഡിൽ നമ്മൾ ആ കേസിൽ അപ്ലൈ ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇനി ഫോഴ്സ് റിക്വയർഡ് ടു ഹോൾഡ് ഗണ്ണ്, നിങ്ങൾ നോക്കിയേ, ശ്രദ്ധിക്കട്ടെ, ശരിക്കും ശ്രദ്ധിക്കണേ. ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളതാണ്. നമുക്ക് ഒരു ഗണ്ണ്, ഇതിൽ നിന്ന് ബുള്ളറ്റ് പോകുന്നുണ്ട്, വെടിയുണ്ട പോകുന്നു, ബുള്ളറ്റ് പോകുന്നു. ശ്രദ്ധിക്കുക, ആദ്യം ഈ ബുള്ളറ്റ് എന്താ ചെയ്തിരുന്നത്? അതിൻ്റെ ഉള്ളിൽ റെസ്റ്റിലല്ലേ, മൊമെൻറ്റം 0. ഫയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ബുള്ളറ്റ് തെറിച്ചു പോകും, അതിന് പുതിയ മൊമെൻറ്റം ഉണ്ടായി. സംഭവം മനസ്സിലാണ്ടോ? ഇനി ബുള്ളറ്റ് മാത്രം നോക്കിയേ, ഗണ്ണൊക്കെ അവിടെ നിൽക്കട്ടെ, ഓൺലി ഫോക്കസ് ഓൺ ബുള്ളറ്റ്. ഇനീഷ്യൽ മൊമെൻറ്റം 0 ആയിരുന്നു, കാരണം വെലോസിറ്റി 0 ആയിരുന്നു. ഫൈനൽ മൊമെൻറ്റം അത്യാവശ്യം മൊമെൻറ്റത്തിലാണ് അത് തെറിച്ചു പോണത്. ഇവിടെ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഉണ്ടായോ? അല്ലേ, 0 ആയിരുന്നു ആദ്യം, ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം ആദ്യം 0 ആയിരുന്നു. ഫൈനൽ മൊമെൻറ്റം ഒരു ഹൈ വാല്യൂ ആണ്. ഇപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഉണ്ടായി. അതിനെടുത്ത സമയം എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് നമുക്കവിടെ ഫോഴ്സ് ഉണ്ട് എന്ന് വെച്ചാൽ ഫോഴ്സ് കിട്ടും. എന്ന് വെച്ചാൽ ഈ ഗണ്ണ് ബാക്കിലേക്ക് പുഷ് ചെയ്യും. നമ്മൾ വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റത്തിന് അവിടെ ഇതേ സംഭവം പറയും. നമ്മൾ ഒരേ സംഭവമാണ്, പല കാരണം വെച്ച് നമ്മൾ പല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു മാത്രം. ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ബുള്ളറ്റ് മുന്നോട്ട് പോകുമ്പോൾ ഫോഴ്സ് ഉണ്ടാവും, കാരണം നമ്മൾ പറഞ്ഞു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഉണ്ടോ, ഫോഴ്സ് ഉണ്ടാവും, സെക്കൻഡിലോ അങ്ങനെ ഫോഴ്സ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഗണ്ണ് ഇതേപോലെ ഈ ഫോഴ്സ് കാരണം ഗണ്ണ് ബാക്കിലേക്ക് വരും. അപ്പോൾ ഗണ്ണിന് നമ്മളിങ്ങനെ സ്ഥലത്ത് ഹോൾഡ് ചെയ്ത് നിൽക്കണം. ഓക്കെ, അതിന് എത്ര ഫോഴ്സ് കൊടുക്കണം എന്നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ബുള്ളറ്റ് ഉണ്ടാക്കിയ അതേ ഫോഴ്സാണ് ഗണ്ണുമ്മ വരുന്നത്. അപ്പോൾ ആ ബുള്ളറ്റ് ഉണ്ടാക്കിയ ഫോഴ്സ് കണ്ടാൽ മതി നമ്മൾ. ഇപ്പോൾ ഗണ്ണുമ്മ ഉണ്ടാവുന്ന ഫോഴ്സ് കിട്ടും, അത്രയും ഫോഴ്സ് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തിരിക്കണം, ബാക്കിലേക്ക് എടുക്കും ഗണ്ണ്. അപ്പോൾ നമ്മൾ പിടിച്ചെടുക്കണം. നമ്മളിവിടെ ഷോൾഡറിലൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ ജാമാക്കി വെച്ചിട്ടാണ്, സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഫയർ ചെയ്യുക. അല്ല ഞാൻ ഗണ്ണ് എന്ത് ചെയ്യും? ബാക്കിലേക്ക് വരും. അപ്പോൾ നമ്മൾ എത്ര ഫോഴ്സ് കൊടുക്കണം എങ്ങനെയാ കാണാം? എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. നമ്മൾ ബുള്ളറ്റിലേക്ക് ഫോക്കസ് ചെയ്യാം. ഡി ബൈ ഡി ടി മാസിൻ്റെ വെലോസിറ്റി അല്ലേ? ഓക്കെ, ഇനി ഒന്ന് പറഞ്ഞേ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡി എം ബൈ ഡി ടി ഇൻറ്റു വി. ഇത് അതിൻ്റെ മസിൽ വെലോസിറ്റിയാണ്. മസിൽ വെലോസിറ്റിയാണ് എത്ര സ്പീഡിലാണ് ബുള്ളറ്റ് പുറത്തേക്ക് പോണത്, തെറിച്ച് പോകണം, അതാണ് മസിൽ വെലോസിറ്റി. ഇത് ഫിക്സ് ആണ്. ഡി എം ബൈ ഡി ടി ആണ് എന്താണ്? ഒരു സെക്കൻഡ് മാസിലുണ്ടാകുന്ന ചേഞ്ച് ആണ്. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ വിചാരിക്കുക. ഇതിന് ഞാൻ എഴുതുന്നത് നോക്കട്ടെ, എൻ ഇൻറ്റു എം ഇൻറ്റു വി. ചെറിയൊരു മാറ്റം വരുത്തി എഴുതിയാണ്. ഇത് വി തന്നെയാണ്. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ബുള്ളറ്റ് പെർ സെക്കൻഡ് ആണ്. ആക്ച്വലി നമ്മൾ ഈ ഡി ടിനെ അവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എന്തുകൊണ്ട് ഡി ടി ഇല്ല എന്നുള്ള സംശയം വരുന്നത്, ഈ എന്നിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ബൈ ഡി ടി ഉണ്ട്. നമ്പർ ഓഫ് ബുള്ളറ്റ്സ് പെർ സെക്കൻഡ് ആണ്. എന്താണ്? എൻ എന്താണ്?
നമ്പർ ഓഫ് ബുള്ളറ്റ് പെർ സെക്കൻഡ്. അപ്പോൾ ഈ ടൈമിന് നമ്മൾ കൺസിഡർ ചെയ്തില്ലേ, ഇൻറ്റു മാസ്, ഒരു ബുള്ളറ്റിൻ്റെ മാസ്സാണ്, മാസ് ഓഫ് 1 ബുള്ളറ്റ് ആണ്, ഇൻറ്റു വെലോസിറ്റി ആ ടൈമിൽ. ഈ ക്വാണ്ടിറ്റി നോക്കി ഞാൻ എങ്ങനെയാണ് മാറ്റി എഴുതിയത്? dm/dt ആണ് ഒരു സെക്കൻഡ് മാസിൽ എന്ത് ചേഞ്ച് ഉണ്ടാവുന്നു, എത്ര മാസ് ബുള്ളറ്റ് പോകുന്നു എന്നാണ്. അത് കാണാൻ ഒരു സെക്കൻഡിൽ അത് തന്നെയല്ലേ നമ്മൾ ഇവിടെ എഴുതിക്കണേ. ഒരു സെക്കൻഡ് പോണ ബുള്ളറ്റിൻ്റെ എണ്ണം കിട്ടി, കാരണം പ്രോബ്ലംസ് ഒക്കെ അധികം അങ്ങനെ ആയിരിക്കും വരിക. നമ്പർ ഓഫ് ബുള്ളറ്റ് ഇൻ 1 സെക്കൻഡ് കിട്ടി, ഇൻറ്റു മാസ് ഓഫ് 1 ബുള്ളറ്റ്. ഇപ്പം എന്തായി, ഒരു സെക്കൻഡ് എത്ര മാസ് പോകുന്നു എന്ന് കിട്ടിയില്ലേ, ഇതന്നെ കിട്ടിയില്ലേ. വൺസ് അഗൈൻ ശ്രദ്ധിക്കുക, dm/dt എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ഓഫ് ബുള്ളറ്റ് ഇൻ 1 സെക്കൻഡ് എന്ന് വെച്ചാൽ അത് തെറിച്ച് പോണതിൻ്റെ കണക്കാണ്. മാസ് ഓഫ് ബുള്ളറ്റ് ഫയർഡ് ഇൻ 1 സെക്കൻഡ്. അത് നമ്മൾ എങ്ങനെ കണ്ടു? ഈ ക്വാണ്ടിറ്റിയാണ് ഇങ്ങനെ വന്നത്. n എന്താണ്, നമ്പർ ഓഫ് ബുള്ളറ്റ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇൻറ്റു മാസ് ഓഫ് 1 ബുള്ളറ്റ്. ശരിയായില്ലേ? ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയില്ലേ കേട്ടോ. എന്താണ് ഇത് കിട്ടി. ഇനി ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഇതാണ് NMV, ഗണ്ണ് നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ട ഫോഴ്സ് ആണത്. ജെറ്റ് ഓഫ് വാട്ടർ ശ്രദ്ധിക്കട്ടെ, നമ്മൾ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യുന്നു, ഒരു മതിലേക്ക് നമ്മൾ പമ്പ് ചെയ്യാണ്, വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യാണ്. ഫയർ ഫോഴ്സ് കണ്ടില്ലേ, വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ഡെൻസിറ്റി റോ ആണ്, ഇതിൻ്റെ ഏരിയ എ ആണ്, ഇതിൻ്റെ വെലോസിറ്റി v ആണ്. ഓക്കെ, എത്ര ഫോഴ്സ് ഉണ്ടാവും നമുക്കറിയാം. വെള്ളം ഇങ്ങനെ വരികയാണ്, ഒരു മതിലൊക്കെ വന്ന് ഇടിക്കുമ്പോൾ അതിന് ചേഞ്ച് ഇൻ മൊമെൻ്റ് ഉണ്ടാവും. ഇനി വെള്ളം അവിടെ നിന്ന് തെറിക്കുകയാണെങ്കിൽ നല്ല ഉണ്ടാവും, അവിടെ തട്ടുകയാണെങ്കിൽ നല്ല ഫോഴ്സ് ഉണ്ടാവും. ഇനി അപ്പോൾ ഇവിടെ ഫോഴ്സ് ഉണ്ട്, നമുക്കറിയാം ഒരു പൈപ്പൊക്കെ ഫയർ ഫോഴ്സ് അവരൊക്കെ 2-3-4 ആളുകളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുക. വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ചീറ്റുന്ന സമയത്ത് അവിടെ വന്ന് ഇടിക്കുന്ന സമയത്ത് ഇതിന്മേൽ എന്തുണ്ട്, ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫോഴ്സാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്ന് നോക്കട്ടോ, ഇതേപോലെ F= പറഞ്ഞേ, എൻ്റെ കൂടെ പറഞ്ഞേ, F= dp/dt. ഇനി പറയും d/dt ഓഫ് p എത്രയാണ്? p എങ്ങനെ കാണാം, മാസ് ഇൻറ്റു വെലോസിറ്റി. ഇപ്പം നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മളെല്ലായിടത്തും ഒരേ സ്റ്റെപ്പ് ആദ്യം പറയുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ തന്നെ എഴുതുന്ന സമയത്ത്, റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും. എന്താണ് വരിക, d/dt ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി. ഇനി നോക്കിയാൽ ഇവിടെ ഞാൻ ചെയ്യുന്ന കുറച്ച് പണികളുണ്ട്. d/dt ഓഫ് വെലോസിറ്റി ആണ് നോക്കണം. മാസിന് ഞാൻ എന്ത് ചെയ്താണ്, മാസിന് ഇനി എന്ത് ചെയ്താൽ റോ ഇൻറ്റു വി എന്ന് എഴുതി കൂടെ. റോ ഇൻറ്റു വി, ഡെൻസിറ്റി ഇൻറ്റു വോളിയം. കാരണം ഡെൻസിറ്റി എന്താണ്, ഡെൻസിറ്റി മാസ് ബൈ വോളിയാണ്. അപ്പോൾ മാസ് ഈസ് ഈക്വൽ എന്ത് ചെയ്യുക, റോ ഇൻറ്റു വി അല്ലേ, റോ ഇൻറ്റു വി. ഇത് വോളിയാണ് കേട്ടോ, മാറിയത് ഇത് വോളിയാണ്. ഇനി ഇവിടെ ഒരു വി ഉണ്ട്, സ്മോൾ ലെറ്റർ വി, അത് വെലോസിറ്റിയാണ്. ഇത്രയും സംഭവം സെറ്റായോ? എന്താ പറഞ്ഞത്, മാസിന് ഞാൻ കൺവേർട്ട് ചെയ്തത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ദെൻ ഈ വെലോസിറ്റിയാണ്, ഇത് വെലോസിറ്റിയാണ്, അത് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു. ഓക്കെ, രണ്ടുണ്ട്, ഇത് വോളിയം വെലോസിറ്റി. വോളിയത്തിന് നമ്മൾ എങ്ങനെ എഴുതുക, വോളിയത്തിന് ഏരിയ ഇൻറ്റു എച്ച് എഴുതും. ഇപ്പം ഈ പൈപ്പിൻ്റെ നീളമാണെങ്കിൽ ഏരിയ ഇൻറ്റു എച്ച്. ഓക്കെ, എത്ര വോളിയം പോയി, ഇത് എച്ച് ആണെങ്കിൽ നോക്കിയേ, ഏരിയ ഇൻറ്റു എച്ച് എന്ന് എഴുതാലോ, d/dt. ഇതൊക്കെ അങ്ങനെ നിൽക്കട്ടെ. റോ അതുപോലെ ഞാൻ എഴുതി, റോ എഴുതി. വോളിയത്തിന് ഏരിയ ഇൻറ്റു ഹൈറ്റ് എഴുതി, ഇൻറ്റു വെലോസിറ്റി. അതായത് ഏരിയ ഇൻറ്റു എച്ച് നമ്മൾ ഇങ്ങനെയല്ല കാണാം, സിലിണ്ടറൊക്കെ ആണെങ്കിൽ ഏരിയ ഇൻറ്റു എച്ച്. ഇതേതാ വരിക, πr² ആണ് ഏരിയ വരിക, πr²h. മനസ്സിലായില്ലേ എങ്ങനെ നമ്മൾ എഴുതൂലേ, അതാണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ നോക്കുക. ഇതിൽ നമ്മളെങ്ങനെ ഒന്നും കൂടി സിമ്പിളാക്കുക. ഇതിൽ ആരാണ് നോക്ക്, റോ കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുത്തു. ഏരിയ കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുത്തു. റോ v². ഓക്കെ, ഏരിയ കോൺസ്റ്റൻ്റ് പുറത്തേക്ക് എടുത്തു. ഇനി ഇവിടെ വി വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റിയിലാണ് വാട്ടർ പോണത്, അതുകൊണ്ട് ഞാൻ പുറത്തെടുത്തു. ബാക്കി വരെ dh/dt അല്ലേ. ഈ dh/dt എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ, ഇത് വെലോസിറ്റി അല്ലേ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ കിട്ടില്ല, റോ ഇൻറ്റു എ ഇൻറ്റു വി ഇൻറ്റു വി എന്ന് വരും. എന്താ വരിക ലാസ്റ്റ്, റോ a v². ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും ഫോഴ്സിന്. എല്ലാവരും നോക്കി എന്താണ് ഇക്വേഷൻ, എന്തൊക്കെ നമുക്കറിയണം ഈ വാട്ടർ ജെറ്റ് ഉണ്ടാക്കുന്ന ഫോഴ്സ് കാണാൻ. റോ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് അതിൽ അടിക്കുന്നത്, ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, വെലോസിറ്റിൻ്റെ സ്ക്വയർ. ഇത് പറഞ്ഞാൽ നമുക്ക് ഫോഴ്സ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സെക്കൻഡിലും അപ്ലൈ ചെയ്യാനാണ് ഇവിടെ നമ്മൾ ശ്രമിച്ചത്. 4 എക്സാമ്പിൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഇനി തേർഡിലോ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലംസിലേക്ക് വരാം. തേർഡിലോ എന്താണ്, തേർഡിലോ
എല്ലാവർക്കും അറിയുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കിട്ടുന്ന ഒരു ലോ ആയിരിക്കും അത്. എന്താണ് തേർഡ് ലോ? എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു ആക്ഷനും ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും. ഇവിടെ ആക്ഷനും റിയാക്ഷനും ഒക്കെ ഫോഴ്സ് ആണ്. ഏതൊരു ഫോഴ്സിനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. നോക്കുക, നമ്മൾ സ്വിം ചെയ്യുന്ന സമയത്ത്, നീന്തുന്ന സമയത്ത് എന്താണ് ആക്ഷൻ, എന്താണ് റിയാക്ഷൻ? ശരിക്കും ശ്രദ്ധിക്കണം, എന്നാലും മെക്കാനിക്സിലെ പ്രോബ്ലംസും ഫ്രീ ബോഡി ഡയഗ്രാം ഒക്കെ വരക്കാൻ പറ്റുള്ളൂ കേട്ടോ. നോക്കുക, ഞാൻ വെള്ളത്തെ പിറകോട്ട് തള്ളുന്നു. അപ്പം ഞാനാണ് ഫോഴ്സ് കൊടുത്തത്. അത് എന്തിൻ്റെ മേലെയാണ്? വാട്ടറിൻ്റെ മേലെയാണ്. ഞാൻ വെള്ളത്തെ പിറകോട്ട് തള്ളുന്നു. ഇനി റിയാക്ഷൻ നോക്കിയേ, വെള്ളം എന്നെ മുന്നോട്ട് തള്ളുന്നു. അപ്പോൾ ആക്ഷനോ റിയാക്ഷനോ ഒരേ ഒബ്ജക്റ്റിലാണോ? അല്ല. ആക്ഷൻ എവിടെയാണ്? ഞാൻ ആദ്യം കൊടുത്ത ഫോഴ്സാണ്, അത് വാട്ടറിൻ്റെ മേലെയാണ്. റിയാക്ഷൻ എൻ്റെ ബോഡിയിലാണ്. വെള്ളം എന്നെ മുന്നോട്ട് തള്ളുന്നു. ശരിയാണോ? അപ്പോൾ ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ഇതിമ അടിക്കുകയാണെന്ന് വിചാരിക്കുക. ഫോഴ്സ് എന്താണ്? ഇതിമലാണ്. ആക്ഷൻ ഇതിമലാണ്. ഇനി റിയാക്ഷൻ ഉണ്ടാവും, ഇത് എൻ്റെ കയ്യിലടിക്കും, എൻ്റെ കൈ വേദനിക്കും. മനസ്സിലായി? ചുമരുമ്പോൾ ഞാൻ പുഷ് ചെയ്യുന്നു. ആക്ഷൻ എന്താണ്? ഞാൻ ചുമരിൽ പുഷ് ചെയ്യുന്നു. റിയാക്ഷൻ എന്താണ്? ചുമര് എന്നെ പുഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് കയ്യും കാലും വേണമെന്നൊന്നുമില്ല പുഷ് ചെയ്യാൻ. നമ്മളത് മനസ്സിലാക്കണം. അത് നമ്മൾ അതിൻ്റെ കറക്റ്റ് ഒരു പിക്ചർ നമ്മളെ മൈൻഡിൽ നമ്മൾ ഉണ്ടാക്കി സെറ്റാക്കി വെക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. നോക്കിയേ, ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, ഫ്ലോറിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ വെയിറ്റ് താഴോട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഈ ഗ്രൗണ്ടിനെ പുഷ് ചെയ്യുന്നു. ഗ്രൗണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിരിച്ചിങ്ങോട്ടൊരു ഫോഴ്സ് തരുന്നുണ്ട്. ഓക്കെ, അത് കാരണമാണ് ഞാൻ താഴത്തു മേലെ പോകാതെ ഇങ്ങനെ നിൽക്കുന്നത്. ക്ലിയർ ആവണ്ടോ? ഇനി നമ്മൾ നടക്കുമ്പോൾ നമ്മൾ എന്താണ്? വി പുഷ് ദി ഗ്രൗണ്ട് ബാക്ക്വേർഡ്. ആക്ഷൻ. വി പുഷ് ദി ഗ്രൗണ്ട് ബാക്ക്വേർഡ്. ഓക്കെ, അതാണ് ആക്ഷൻ. ഗ്രൗണ്ട് പുഷസ് ഫോർവേഡ്. ഗ്രൗണ്ട് എന്ത് ചെയ്യുന്നു? നമ്മളെ മുന്നോട്ട് തള്ളുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നു. നമ്മൾ നടക്കുന്നത് എങ്ങനെ? വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നുന്ന സംഭവമാണ്. പക്ഷെ അതിൻ്റെ സയൻസ് എങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക? നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കാലിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെയാണ് തള്ളുന്നത്, ഫോഴ്സ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു കോമ്പണൻറ്റ് ബാക്കിലേക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ വി പുഷ് ദി ഗ്രൗണ്ട് ബാക്ക്വേർഡ്, ഗ്രൗണ്ട് പുഷസ് ഫോർവേഡ്. മനസ്സിലായോ? ഇനി ഇപ്പോൾ ഇത് നോക്കിയേ, ഈ പെന്ന് ഇങ്ങോട്ട് വലിച്ചു, ഇങ്ങോട്ട് വലിച്ചു. ടോട്ടൽ ഫോഴ്സ് എത്ര? നമ്മളെ നെറ്റ് ഫോഴ്സ് എത്ര? 0 അല്ലേ? നെറ്റ് ഫോഴ്സ് 0 ആണ്. ഓക്കെ, ബട്ട് ആക്ഷനും റിയാക്ഷനും ക്യാൻസലായി പോവില്ല. എന്താ കാരണം? ആക്ഷനും റിയാക്ഷനും എന്തുകൊണ്ടാണ് ക്യാൻസലായി പോകാത്തത്? ആക്ഷൻ ആൻഡ് റിയാക്ഷൻ നെവർ ക്യാൻസൽ ഈച്ച് അതർ. വൈ? ദേ ആക്ട് ഓൺ ഡിഫറെൻറ്റ് ബോഡീസ്. ആക്ഷനും റിയാക്ഷനും ഒരു ഒബ്ജക്റ്റില്ല. ഇതുപോലത്തെ കേസ് അല്ല അത്. ആക്ഷൻ ഒരു ഒബ്ജക്റ്റുമേലാണ്, റിയാക്ഷൻ വേറൊരു ഒബ്ജക്റ്റുമേലാണ്. എപ്പോഴാണ് രണ്ട് ഫോഴ്സ് വന്നാൽ ക്യാൻസലായി പോവുക? ഒരേ ഒബ്ജക്റ്റിൽ രണ്ട് ഫോഴ്സ് വന്നാൽ ക്യാൻസലായി പോകും. ഇനി ആക്ഷൻ്റെ റിയാക്ഷൻ്റെ കേസിൽ അത് ഒരു ഒബ്ജക്റ്റിലല്ല ആക്ട് ചെയ്യുക, രണ്ടും രണ്ട് ഒബ്ജക്റ്റിലാണ്. നമ്മൾ പറഞ്ഞിട്ട് വെള്ളത്തെ പിറകോട്ട് തള്ളുന്നു. വെള്ളത്തിൻ്റെ മേലെ ഒറ്റ ഫോഴ്സേ ഉള്ളൂ, ഞാൻ കൊടുക്കുന്ന ആക്ഷൻ മാത്രം. ആ കാരണം കൊണ്ട് വെള്ളം പിറകോട്ട് പോകും. ഇനി റിയാക്ഷൻ എവിടെയാണ്? എൻ്റെ ബോഡിയിലാണ്. വെള്ളം എന്നെ മുന്നോട്ട് തള്ളുന്നു. ഇപ്പം എൻ്റെ ബോഡിയിൽ എത്ര ഫോഴ്സ് ഉണ്ട്? ഒരേ ഒരു ഫോഴ്സ്, അത് ഫോർവേഡ് ഫോഴ്സ് മാത്രമാണ്. ഞാൻ മുന്നിലോട്ട് പോകും. വെള്ളം പിറകിലോട്ടും പോകും, ഞാൻ മുന്നിലോട്ടും പോകും. ഐഡിയ മനസ്സിലാവുണ്ടോ? അല്ലാതെ രണ്ട് ഫോഴ്സും കൂടി ആക്ഷൻ ഈക്വൽ ഓപ്പോസിറ്റ് ഫോഴ്സാണ്. ഈക്വലാണ് ഓപ്പോസിറ്റ് ആണ് എന്ന് വെച്ച് ക്യാൻസൽ ആവില്ല. രണ്ട് ബോഡിയിലാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനും ഒറ്റ ഫോഴ്സ് ഉണ്ടാവുള്ളൂ, മറ്റേ ഒബ്ജക്റ്റിനും ഒറ്റ ഫോഴ്സ് ഉണ്ടാവുള്ളൂ. ആ ഫോഴ്സ് ഉള്ളിടത്ത് അത് മൂവ് ചെയ്യും. വെള്ളം പിറകിലോട്ടും മൂവ് ചെയ്യും, ഞാനും മുന്നോട്ടും മൂവ് ചെയ്യും. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ എന്തൊക്കെ നമ്മളവിടെ പഠിച്ചു? തേർഡിൽ എന്താണ്? എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ എഴുതിയെടുക്കുക. എന്താണ്? എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അടുത്ത പോയിന്റ് നമ്മൾ എന്താ അവിടെ പറഞ്ഞത്? ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ. വൈ? ദേ ആക്ട് ഓൺ ഡിഫറെൻറ്റ് ബോഡീസ്. എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ. എന്താ കാരണം? ദേ ആക്ട് ഓൺ ഡിഫറെൻറ്റ് ബോഡീസ്. ദേ ആക്ട് ഓൺ ഡിഫറെൻറ്റ് ബോഡീസ്. അപ്പോൾ ഏതൊരു ഫോഴ്സ്, നോൺ കോണ്ടാക്റ്റ് ആയിക്കോട്ടെ കോണ്ടാക്റ്റ് ആയിക്കോട്ടെ, ഏത് ഫോഴ്സിനും എന്തുണ്ടാവും? ആക്ഷൻ ഉണ്ടാവും, റിയാക്ഷൻ ഉണ്ടാവും. അതാണ് ഈ ഭാഗത്ത് തേർഡ് ലോൻ്റെ ഭാഗത്ത് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നിങ്ങളത് എഴുതിയെടുക്കുക. ഇനി നമ്മൾ കുറച്ച് പ്രോബ്ലംസിലേക്ക് വരാം. കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ ഭാഗം എന്നുള്ള കൺസെപ്റ്റുകളൊക്കെ അങ്ങോട്ട് ശരിയായി വരും. എ ബോഡി ഓഫ് മാസ് m hit normally a rigid wall with velocity v and bounces back with the same velocity. The impulse experienced by the body. നോക്കുക, ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിക്കാൻ, നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന സൊല്യൂഷൻ കാണാൻ പാടുള്ളൂ.
ഓക്കെ, ഇതൊരു വോളാണ്. ബോൾ ഇതേ ഇങ്ങനെ വന്ന് ഇടിച്ചു. ഓക്കെ, തിരിച്ച് അതേ വെലോസിറ്റിയിൽ എന്ത് ചെയ്യാണ്, ഞാൻ ഇവിടെ വരച്ചാണ്, തിരിച്ച് ഇങ്ങോട്ടും പോവാണ്. അപ്പോൾ ഇതിൻ്റെ മൊമെൻ്റ് എത്ര, എം വി. തിരിച്ച് അതേ വെലോസിറ്റിയിൽ വരികയാണെങ്കിൽ എത്ര വരിക, എം വി അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇമ്പൾസ് ആണ് കാണേണ്ടത് അല്ലേ. ഇമ്പൾസ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻ്റ് അല്ലേ. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻ്റം. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇമ്പൾസ് ആൻഡ് ചേഞ്ച് ഇൻ മൊമെൻ്റം? ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻ്റം. കാരണം നമുക്ക് ഇവിടെ ചേഞ്ച് ഇൻ മൊമെൻ്റ് ആണ് കാണാൻ എളുപ്പം, അതുകൊണ്ട് നമ്മൾ അങ്ങനെ കണക്ട് ചെയ്തതാണ്. ഇവിടെ ചേഞ്ച് ഇൻ മൊമെൻ്റ് എത്രയാണ്, 0 എന്ന് പറയാൻ പാടില്ല, അത് ആഡ് ചെയ്യുമ്പോഴാണ് 0. മൈനസ് ചെയ്യാണ് പഠിച്ചത്, ചേഞ്ച് കാണാൻ നമ്മൾ മൈനസ് ചെയ്യാണ്. ഫൈനൽ മൊമെൻ്റം എത്ര, മൈനസ് എം വി അല്ലേ. നോക്കിയേ, മൈനസ് എം വി. ഇത് നമുക്ക് ഇത് പ്ലസ് ആക്കി എടുക്കുകയാണെങ്കിൽ ഇത് മൈനസ് ആക്കി എടുക്കുക, തിരിച്ചു കൊടുക്കുക. ഇതിപ്പോൾ മൈനസ് ആക്കി എടുത്തു, ഇത് മൈനസ് എം വി ആണ് ഫൈനൽ. ഇനി മൈനസ് ഇനീഷ്യൽ ഏതാണ്, എം വി അല്ലേ, പ്ലസ് എം വി അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരും, മൈനസ് 2mv. അതായത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കിയാൽ 2mv അല്ലേ. അപ്പോൾ നമ്മൾ ആൻസർ ഏതാ വരിക, സി ആണ്. ഇവിടെ മൈനസും പ്ലസും കൺസിഡർ ചെയ്തിട്ടില്ല. ഇനി ഇത് നമുക്ക് മൈനസ് ആക്കിയെടുക്കുക, ഇത് പ്ലസ് ആക്കിയെടുക്കുക, എന്തായാലും ഡിഫറൻസ് ഡബിൾ ആയിരിക്കും. ഓക്കെ, പ്ലസ് ചെയ്യുമ്പോഴാണ് ഈക്വൽ ഓപ്പോസിറ്റ് ക്യാൻസൽ ആയി പോകും. അത് ഈക്വൽ ഓപ്പോസിറ്റ് ക്യാൻസൽ ആയി പോകുന്ന വിഷയമല്ല, അത് മൈനസ് ചെയ്യാണ്, ചേഞ്ച് ആണ് കാണുന്നത്, മൈനസ് 2mv. ഓക്കെ ആണോ, റെഡി അല്ലേ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എല്ലാവരും ഒന്ന് വായിച്ച. എ റിജിഡ് ബോൾ ഓഫ് മാസ് എം സ്ട്രൈക്ക് എ rigid wall at 60 degree and get reflected without loss of speed as shown in the figure. The value of impulse imparted by the wall on the ball will be. എങ്ങനെ ചെയ്യും, ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ച് ഞാൻ ആൻസറിലേക്ക് വരാം. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നോക്കുക, ഇമ്പൾസ് കാണാൻ ചേഞ്ച് ഇൻ മൊമെൻറ്റം കണ്ടാൽ മതി. ആ ബോളിനുണ്ടായ ചേഞ്ച് ഇൻ മൊമെൻറ്റം കണ്ടാൽ സംഭവം കഴിഞ്ഞു. നോക്കിയാൽ സിമ്പിളായിട്ട് കാണാൻ പറ്റുന്നത് ഞാൻ വരക്കണം, നോക്കട്ടെ. ഇവിടുത്തെ ഈ വെലോസിറ്റി ഇങ്ങനെയല്ലേ, ഇനി നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാലോ. ഇങ്ങനെ 2D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നമ്മൾ ഫിസിക്സിലില്ല, അത് 2 1 ഡയമെൻഷനലാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞാനിത് 2 1 ഡയമെൻഷനാക്കി മാറ്റി. 2D കാണുന്നിടത്തൊക്കെ നമ്മൾ വെക്ടർ കാണുന്നിടത്തൊക്കെ ഇങ്ങനെ വന്നു നമ്മൾ റിസോൾവ് ചെയ്യാനുള്ള ടെൻഡൻസി ഇനി വരണം നിങ്ങൾക്ക്. ഓക്കെ, ഈ ഡിഗ്രി ഇത് 60 ആണ്, ഇതായിരിക്കും ഇവിടെ 60 അല്ലേ, ശരിയല്ലേ. ഈ ആംഗിൾ 60 ആണ്, ഇത് 60 ഡിഗ്രിയാണ്. ഓക്കെ, ഇതേപോലെ ഇതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരിക, ഒന്ന് മുകൾക്കും വരും, ഒന്ന് ഇങ്ങോട്ടും വരില്ലേ. ഇതിങ്ങനെ 60 ആണ്, ഇത് 60 ആണ്. ഇത്രയും മനസ്സിലായോ. ഇതിൽ ഇങ്ങനെ ഇവിടെ ഒന്ന് ഇടിക്കുന്ന സമയത്ത് ഈ കോമ്പണൻറ്റിന് മാറ്റം ഉണ്ടോ, ഇല്ല. ഇതെന്താ ഉണ്ടായത്, ഇത് അങ്ങോട്ടുള്ളത് നേരെ തിരിച്ച് ഇങ്ങോട്ടായി. ഇത് ഏതാ കോമ്പണൻ്റ്, സൈൻ തീറ്റ വരുന്ന ഭാഗം, ഇതെല്ലാം തീറ്റ വന്ന ഭാഗം ഡിഗ്രി, ഇത് 60. അപ്പോൾ ഇതേതാണ്, എം വി കോസ് 60. ഇതേതാ ഭാഗം, ഇത് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ മൈനസ് എം വി കോസ് 60. കോസിൻ്റെ കോമ്പണൻ്റ് അല്ല മാറിയത്, സൈനിനൊരു മാറ്റം വന്നില്ലല്ലോ, ഇല്ല, സൈനിനൊരു മാറ്റവും വന്നിട്ടില്ല, ശരിയാണ്. ഓക്കെ, ആൻസർ എന്താ വരിക, ആൻസർ എങ്ങനെ കാണാം, ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻ്റ് ആണ്. ചേഞ്ച് ഇൻ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് മാറ്റമില്ല, അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ അത് 0 ആയി പോവുക ചെയ്യുക. ബാക്കി ഒന്ന് ഓപ്പോസിറ്റ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ചേഞ്ച് കാണുമ്പോൾ ഡബിൾ ആണ് ആവുക. അപ്പോൾ എങ്ങനെയാണ് വരിക, 2mv cos 60 അല്ലേ, 2mv cos 60. ആൻസർ എത്ര വരിക, ഓക്കെ, ആൻസർ എത്ര വരിക നോക്കിയേ, 2 × mv cos 60 പറഞ്ഞാൽ 1/2 അല്ലേ, 1/2 ശരിയാണോ. അപ്പോൾ mv അല്ലേ ആൻസർ വരിക. ഓക്കെ, 2mv 1/2 റെഡി അല്ലേ. നമ്മൾ ചെയ്ത എവിടെയെങ്കിലും തെറ്റിക്കണോ, mv ഒന്ന് നോക്കിയാൽ 60 ഡിഗ്രിയാണ്, ഇത് 60 ഡിഗ്രിയാണ്, ഇത് ഡബിൾ ആണ്, 2mv 1/2 കോസ്. ഓക്കെ, mv വരും, mv ഓക്കെ അല്ലേ. അപ്പോൾ റെഡി അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, A bullet is fired from a gun. The force on the bullet is given by F is equal to 600 minus 2 × 10⁵ T. അതൊരു വേരിയബിൾ ഫോഴ്സ് ആണ്. വേരിയബിൾ ഫോഴ്സ് മീൻസ് ഫോഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, യൂണിഫോം അല്ല, വേരിയബിൾ ആണ്. ടൈമിനനുസരിച്ച് അത് മാറുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ടൈമിനനുസരിച്ച് ഇത് കുറയാണ് ചെയ്യുക.
F is Newton and T is in second. The force on the bullet becomes 0 as soon as it leaves the barrel. ഓക്കെ, അതായത് ബാരലിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ എന്താവും? ഫോഴ്സ് 0 ആയി മാറുന്നതാണ്. വാട്ട് ഈസ് ദ ആവറേജ് ഇമ്പൾസ് ഇമ്പാർട്ടഡ് ടു ദി ബോൾ? ഇങ്ങോട്ട് വരുന്നൊരു സംഭവത്തെ നമ്മളൊരു ഫോഴ്സ് കൊടുത്തിട്ടാണ് അതിനെ സ്റ്റോപ്പ് ആക്കി കൊണ്ടുവരുന്നത്, അല്ലേ? സ്റ്റോപ്പ് ആയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ചേഞ്ച് ഇൻ മൊമെൻ്റ് ഉണ്ട്, ഫോഴ്സ് ഉണ്ട്, ഇമ്പൾസ് ഉണ്ട്. ഫോഴ്സ് ഇൻറ്റു ടൈം ഇമ്പൾസ് ആണ്. എല്ലാവരും നോക്കിയേ, ഇവിടെ തന്ന ഈ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നോക്കിയേ. യൂണിഫോം ആണോ വേരിയബിൾ ആണോ? വേരിയബിൾ ആണ്. കാരണം അതിൽ ടൈം ഫംഗ്ഷൻ ഉണ്ട്, ടി ഉണ്ട്. ടൈം കൂടുന്നതനുസരിച്ച് ഈ ക്വാണ്ടിറ്റി കൂടും, ഇത് കുറഞ്ഞു വന്ന് 0 ആവും. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എഫ് നോക്കിയാൽ എഫ് ഈസ് ഈക്വൽ, ശ്രദ്ധിക്കട്ടെ, 600 മൈനസ് 2 ഇൻറ്റു 10⁵ ഇൻറ്റു ടി. ഇതാണ് ഫോഴ്സ്. ഇനി ഫോഴ്സ് 0 ആകുന്നു എന്ന് പറയണ്ട, അതിനുള്ള സമയമാണെങ്കിൽ നമുക്ക് ഇതിന് കണ്ടുപിടിക്കാം. ഫോഴ്സ് 0 ആവുന്ന സമയത്ത് എങ്ങനെ ടൈം കാണാം? ഇതല്ലേ വരെ ഇക്വേഷന്, 10⁵ ഇൻറ്റു ടി. ഫോഴ്സ് 0 ആവുന്നു ആ സമയം നമ്മൾ കാണുകയാണ്. നോക്കട്ടെ, ടൈം കിട്ടി. ഇതിനെങ്ങനെ ടൈം കണ്ടുപിടിക്കാം? 2 ഇൻറ്റു 10⁵ ടി ഈക്വൽ ടു 600 അല്ലേ? ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു, അപ്പോൾ മൈനസുള്ള എന്തായി? പ്ലസ് ആയി. ഇനി ടി ഈക്വൽ ടു എങ്ങനെ കാണാം? 600/2 ഇൻറ്റു 10⁵ ആണ്. ഇത് എത്ര ആൻസർ? 300 ഇൻറ്റു 10⁵. 300 ഇൻറ്റു 10⁻5 വരും. ഇതിന് നമുക്ക് 3 ഇൻറ്റു 10⁻3 ശരിയല്ലേ? എന്ന് വെച്ചാൽ 3 മില്ലി സെക്കൻഡ് ആണ്. ഓക്കെ, ഇതാണ് ടൈം. ഇനി ഞാൻ ചെയ്യണം ഒന്ന് നോക്കട്ടെ, ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ എന്താ ക്വസ്റ്റ്യൻ വായിച്ച് 0 as soon as it leaves. വാട്ട് ഇസ് ആവറേജ് ഇമ്പൾസ്? ഇമ്പൾസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഇമ്പൾസിൻ്റെ ഇക്വേഷൻ? ഇമ്പൾസിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞ എഫ് ഈസ് ഈക്വൽ ടു ഇതിങ്ങനെ വേരിയബിൾ ആവുന്ന കേസിൽ നമ്മളിങ്ങനെ എഫ് ഡി ടി എഫ് ഈസ് ഈക്വൽ അല്ല, ഐ ഈസ് ഈക്വൽ ടു എഫ് ഡി ടി. എന്തിനാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത്? നോക്കി, ഇത് വേരിയബിൾ ആണ്. വേരിയബിൾ ഫോഴ്സ് ആകുമ്പോൾ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യണം. യൂണിഫോം ഫോഴ്സ് ആണെങ്കിൽ ആവറേജ് ഒക്കെ നമ്മൾ യൂണിഫോം കാണുന്ന കേസിൽ ഇവിടെ എന്താണ് ഇൻ്റഗ്രേഷൻ്റെ ആവശ്യമില്ല, എഫ് ഇൻറ്റു ടി ചെയ്താൽ മതി. ഇവിടെ അത് നടക്കൂല, ഇവിടെ വേരിയബിൾ ഫോഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കാണേണ്ടി വരും. നോക്കിയേ, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എഫിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ 600 മൈനസ് 2 ഇൻറ്റു 10⁵ അല്ലേ, ഇൻറ്റു ഡി ടി. ഇതിന് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സമയം നമുക്കിവിടെ തന്നിട്ടുണ്ട് 0 to ഈ സെക്കൻഡ് അല്ലേ, അപ്പോൾ വേണമെങ്കിൽ 0 to ഏത് സെക്കൻഡ് വരെയാണ്? നമ്മൾ ടി ടൈം വരെയാണ്. ടൈം ഇവിടെ എത്രയാണ്? 3 ഇൻറ്റു 10⁻³ ആണ്. ഇത്രയും സമയം വരെയുള്ള നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നോക്കുക, കുറേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷനൊക്കെ ശരിയായി വരും കേട്ടോ. ഇതിനെങ്ങനെ ഇൻ്റഗ്രേറ്റ്? ലിമിറ്റ് ഞാൻ ലാസ്റ്റ് അപ്ലൈ ചെയ്യാണ്. ഡി ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് 600 ടി മൈനസ് ഇത് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ 2 ഇൻറ്റു ഒരു മിനിറ്റ്, ഇവിടെ ടി ഉണ്ടായിരുന്നില്ല ഇക്വേഷനിൽ, ടി ഉണ്ട്. 2 ഇൻറ്റു 10⁵ ടി ഡി ടിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന T²/2 അല്ലേ, T²/2. ഇതാണ് നമ്മളെ, ഇതിന് നമ്മൾ ലിമിറ്റ് കൊടുക്കണം. എന്താ കൊടുക്കേണ്ടത്? 0 to 3 ഇൻറ്റു 10⁻³ അതുവരെയുള്ള സമയത്തിനാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ അത്രയും സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇനി വാല്യൂ കൊടുത്തേ 600 ഇൻറ്റു ടീൻ്റെ വാല്യൂ എത്രയാണ്? ഇത് വാല്യൂ കൊടുക്കില്ല നമ്മൾ, 0 കൊടുത്തതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല, ഈ വാല്യൂ കൊടുക്കണം. 3 ഇൻറ്റു 10⁻³ ഇത് എത്ര ആൾക്ക് മനസ്സിലായി? ഈ ടീൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇത് കൊടുക്കണം, പിന്നെ ഈ ടീൻ്റെ സ്ഥാനത്ത് ഇത് കൊടുക്കണം. ഇവിടെ നമുക്കറിയാം ഈ രണ്ട് ക്യാൻസലായി പോകും, അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ടി എന്ന് കാണുന്നിടത്ത് ഈ വാല്യൂ ഇതിൻ്റെ ഈ വാല്യൂ കൊടുക്കണം. പിന്നെ എന്ത് ചെയ്യാണ്? പിന്നെ അടുത്ത് കൊടുക്കേണ്ടത് 0 ആണ്. 0 കൊടുക്കുമ്പോൾ ഇതൊക്കെ 0 ആയി പോകുന്നുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. ലിമിറ്റ് അപ്ലൈ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. മൈനസ് പറഞ്ഞേ, ഇതിൻ്റെ വാല്യൂ 10⁵ ഇൻറ്റു T² എന്ന് പറഞ്ഞാൽ എത്ര? 3 ഇൻറ്റു 10⁻³ ഹോൾ സ്ക്വയർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ സെറ്റായി. എങ്ങനെ ചെയ്യുക പറയും? ബാക്കി ഇത് എങ്ങനെ വരിക? ഇത് 3 ഇൻറ്റു എത്ര വരിക? 1800 ഇൻറ്റു 10⁻³ മൈനസ് ഇതെങ്ങനെയാണെന്ന് സിമ്പിളാക്കുക? 10⁵ ഇൻറ്റു 9 ഇൻറ്റു 10⁻6 അല്ലേ? ആൻസർ എത്ര വരിക? ഇത് 1.8 മൈനസ് ഇത് എത്ര വരിക? 10⁻⁻ 0.9 അല്ലേ വരിക? അപ്പോൾ ആൻസർ 0.9 ആണ് വരിക. 0.9 ഓക്കെ, 0.9 ന്യൂട്ടൺ സെക്കൻഡ്. ഡി അല്ലേ?
വന്നിട്ടുള്ളത് 0.9 സെക്കൻഡ്. ശരിയല്ല, നമ്മൾ കാൽക്കുലേഷൻ ശരിയല്ല. സ്റ്റെപ്പൊക്കെ എന്തായാലും ഓക്കെയാണ്. കാൽക്കുലേഷൻസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കട്ടെ. നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്, എവിടെയെങ്കിലും കാൽക്കുലേഷൻസ് പ്രശ്നം ഉണ്ടോ നോക്കുക. ഇതന്നെയല്ലേ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്നൊക്കെ ഒന്ന് ശ്രമിക്കുക. ഓക്കെ അല്ലേ? സംഭവം ഇവിടെ എന്താണ് നിങ്ങൾ പുതുതായിട്ട് പഠിച്ചു പറയും. വേരിയബിൾ ഫോഴ്സ് വന്നപ്പോൾ ഇമ്പൾസ് കാണാൻ F×dt എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തു. ഇനി നിങ്ങൾ ഒരു വ്യത്യാസമൊക്കെ തോന്നിയത് ഇതായിരിക്കണം. ഈ ടൈം നമ്മൾ കാണുക ഏത് മുതൽ ഏത് വരെയുള്ള ടൈമാണ് കാണുക. അപ്പോൾ നമ്മളൊരു ക്ലൂ തന്നിട്ടുണ്ട്, ഫോഴ്സ് 0 ആവുകയാണ്. അപ്പോൾ ഫോഴ്സ് 0 ആവാനുള്ള ടൈം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത്രയും സമയത്തുണ്ടായ ഫോഴ്സ് ×dt കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇമ്പൾസ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ടൈം ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതായത് 0 to ഇതുവരെയുള്ളത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അർത്ഥം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ടി ഉണ്ട്, ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം 600 × t എന്ന് വരും. ഇത് t²/2 എന്നാണ്. അറിയാത്തവർ ഇവിടെ ഒന്ന് നോക്കുക. ഇൻ്റഗ്രേഷന് നമ്മൾ 1 × dt വന്നു കഴിഞ്ഞാൽ എന്താ വരിക? നമ്മൾ ആക്ച്വലി t⁻0 × dt എന്നാണ് എടുക്കുക. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പവർ എന്ത് ചെയ്യണം? ഒന്ന് t⁻0 + 1/0 + 1 എടുക്കണം. അങ്ങനെ 0 + 1 എന്നാൽ t ആണ്, ഇത് 1 ആണ്. അപ്പോൾ t എന്ന് വരും. ഇതാണ് ഇതിൻ്റെ ആൻസർ, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ആൻസർ. ഇനി t² ആണെങ്കിലോ t വന്നു കഴിഞ്ഞാൽ എന്താ വരിക? t വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് കാണിച്ചു തരാം. അത് ഇൻ്റഗ്രേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ നോക്കട്ടോ. t വന്നു കഴിഞ്ഞാൽ t dt. ഇതിനെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക? നമ്മൾ ഇൻ്റഗ്രേഷൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. t⁻n+1. ഇതിവിടെ ടീൻ്റെ വാല്യൂ മേലെ ഒന്നും തന്നെ 1 അല്ലേ? t എന്ന് പറഞ്ഞാൽ t⁻1 ആണ്. അപ്പോൾ എന്താ വരിക? 1 + 1/1 + 1 എത്ര വരിക? t²/2. ഇങ്ങനെയല്ലേ വരിക? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇൻ്റഗ്രേഷനെ കൊടുത്തു വാല്യൂ കിട്ടിയതാണ്. നെക്സ്റ്റ്, എ ക്രിക്കറ്റർ ക്യാച്ചസ് എ ബോൾ ഓഫ് മാസ് 150 gram in 0.1 second മൂവിങ് വിത്ത് സ്പീഡ് ഓഫ് 20 m/s. ദെൻ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഓഫ് F ചെയ്തേ. F dp/dt. എത്രയാണ്? മാസ് dt എങ്ങനെ കാണുക? ഇത് 20 m/s ആണ്. ഫൈനൽ മൊമെൻറ്റം നമുക്കിത് സിമ്പിളാണ്. mv - mu/t അല്ലേ ചേഞ്ച് ഇൻ മൊമെൻറ്റം. mv ഫൈനൽ ഇത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? ഫൈനൽ മൊമെൻറ്റം 0 ആണ്. -0 m എത്രയാണ്? ആദ്യം 150 gram ആണ് × 10⁻³ കിലോഗ്രാംക്ക് മാറി. u എത്രയാണ്? 20 ആണ്. ബൈ ടൈം എത്രയാണ്? 0.1 ആണ്. ഇതെത്ര ആൻസർ വരിക? മൈനസിൻ്റെ അർത്ഥം നേരെ ഓപ്പോസിറ്റ് ആണെന്ന് അർത്ഥമുള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. 150 × 23,000 അല്ല 150 × 300 3,000 × 10⁻³ ബൈ 0.1. 0.1 ഇത് 30 അല്ലേ വരിക? നോക്കിയേ, ഇത് വരുമ്പോൾ ഈ 0യും ഇതും കട്ടായിപ്പോയി, 3 വന്നു. ഇത് 3/0.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 N ആണ് വരിക. ഇത് മൈനസാണെന്ന് അർത്ഥം, മൈനസാണ് ഓപ്പോസിറ്റ് ആക്കിയത്. അപ്പം അത് വിഷയമില്ല. അപ്പോൾ എത്രയാണ്? 30 N ബി. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, എ ബോഡി അണ്ടർ ദി ആക്ഷൻ ഓഫ് എ ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സ് എങ്ങനെയാണ് തന്നിട്ടുള്ളത്? കാർട്ടീഷ്യൻ ഫോമിലാണ് തന്നിട്ടുള്ളത്. അക്വേഴ്സ് ആൻ ആക്സലറേഷൻ ഓഫ് 1 m/s. ദ മാസ് ഓഫ് ദിസ് ബോഡി മസ്റ്റ് ബി. ഇവിടെ ഫോഴ്സ് തന്നിട്ടുണ്ട്, ആക്സലേഷൻ തന്നിട്ടുണ്ട്. എങ്ങനെ ചെയ്യും? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ ഏതാ ഇക്വേഷൻ? F = m അല്ലേ? ഇതിൽ നമുക്ക് മാസ്സാണ് കാണേണ്ടത്. മാസ് = എന്താണ്? F/a. എഫ് എത്ര തന്നിട്ടുള്ളത്? കാർട്ടീഷ്യൻ ഫോമിൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് കാണുക? √6² + 8² -8 ആണ്. -8 സ്ക്വയറിൻ്റെ പ്ലസ്സാണ് വരിക. 10² ബൈ ആക്സലേഷൻ 1 അല്ലേ? അപ്പോൾ തന്നെയാണ് കിട്ടുക. എത്ര ഇതിൻ്റെ വാല്യൂ വരിക നോക്കിയാൽ? 6² + 8² നമുക്കറിയാം 10² ആണ് വരിക. നമ്മൾ സാധാരണ വരുന്നൊരു വാല്യൂ ആണ്. +10². എത്ര വരിക? 2 10² വരും. 2 × 10² ആണ് വരിക. ആൻസർ എത്ര വരിക? √2 10 √2 കിലോഗ്രാം. SC
മനസ്സിലായോ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ആകെ ഇതിൽ നമുക്ക് 2 വെക്ടർ ആയിട്ടാണ് തന്നിട്ടുള്ളത്. കാർട്ടീഷ്യൻ ഫോമില. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ തോന്നും, പക്ഷെ സിമ്പിൾ ആണ്. അത് കാർട്ടീഷ്യൻ ഫോമിലാണ് തന്നിട്ടുള്ളത്. അതിന് നമ്മൾ അതിന് മാഗ്നിറ്റ്യൂഡ് കാണാൻ റൂട്ട് ഓഫ് ഇപ്പോൾ എ എക്സ് എ വൈ എ ഇസെഡ് ആണ്. ഈ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ ഇസെഡ് സ്ക്വയർ. വെക്ടറിന്റെ വീഡിയോ കാണാത്തവരത് കാണണം. ഓക്കെ, എന്നിട്ട് അവിടെ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വെക്ടർ തന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് വെക്ടറൊക്കെ പല ഭാഗത്ത് വരുന്നതാണ്. അതൊക്കെ നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ ഇതൊക്കെ സിമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. യെസ്, എന്താണ് ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഫോഴ്സ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദി ഫോഴ്സ് ടൈം ഗ്രാഫ് ആണ്. ഓക്കെ, ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ദ പാർട്ടിക്കിൾ ഓവർ ദി ടൈം ഇൻ്റർവെൽ ഫ്രം 0 to 8 സെക്കൻഡ്. ഇവിടുന്ന് ഏതുവരെയുള്ളത് കാണണം, ഇതുവരെയുള്ളത് കാണണം. എന്താണ് കാണേണ്ടത്? ചേഞ്ച് ഇൻ മൊമെൻറ്റം അല്ലേ? നമ്മളവിടെ പറഞ്ഞിട്ട് എഫ് ഇൻറ്റു ടി കണ്ടാൽ എന്താ കിട്ടുക? ചേഞ്ച് ഇൻ മൊമെൻറ്റം അല്ലെങ്കിൽ ഇമ്പൾസ് കിട്ടും. പക്ഷേ ആൾജിബ്രിക് സം ഓഫ് ഏരിയ ആണ് കാണേണ്ടത്. എഫ് ടി ഗ്രാഫിൻ്റെ ആൾജിബ്രിക് സം ഓഫ് ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ഇൻ മൊമെൻറ്റം കിട്ടും. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡി പി ഇസ് ഈക്വൽ ടു നമ്മൾ എന്താ പറഞ്ഞത്? ആൾജിബ്രിക് സം ഓഫ് ഏരിയ ഓഫ് എഫ് ടി ഗ്രാഫ്. പോയിന്റ് പഠിച്ച ഓർമ്മയില്ലേ? ഓക്കെ, ചെയ്തേ. എങ്ങനെ ഇതിൻ്റെ ഏരിയ കാണാം? എന്തൊക്കെയുണ്ട് ഏരിയ? ആരതൊക്കെ ഏരിയ ഉണ്ട്? ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? ഏരിയ ഉണ്ട്, ഏരിയ ഓഫ് ട്രയാങ്കിൾ ഉണ്ട്. ദെൻ ഒരു മിനിറ്റ് ഇട്ടാ, ഏരിയ ഓഫ് ട്രയാങ്കിള്. പിന്നെന്താ ഉള്ളത്? ഏരിയ ഓഫ് ട്രയാങ്കിള് മൈനസ്. ഇതെന്താണ് അതിനെ മൈനസ് എടുക്കണത്? അത് താഴോട്ടാണ് അല്ലേ? ഏരിയ ഓഫ് റെക്റ്റാങ്കിള്, പിന്നെ പ്ലസ്, പിന്നെ ഒരു ഏരിയ ഓഫ് എന്തുണ്ട്? റെക്റ്റാങ്കിൾ ഉണ്ട്. ഞാൻ ഷോർട്ടായി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഏരിയ അതാണ്. ട്രയാങ്കിളിൻ്റെ ആദ്യത്തെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കാണാം? ഹാഫ് ഇൻറ്റു പറഞ്ഞേ, ഈ സൈഡ് 2 ആണ്, ഇവിടെ 6 ആണ് അല്ലേ? 2 × 6 ശരിയായില്ലേ? മൈനസ് ഇത് റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് ഇവിടെ എത്ര വരിക? -3. അപ്പോൾ 3 × 4 ഇനി -3 എടുക്കണം. 3 ഇൻറ്റു ഇത് എത്രയാണ്? 2 അല്ലേ? 3 × 2. ഓക്കെ, വേറെ വേറെ ഇടണേ. പ്ലസ് ഇതിൻ്റെ ഏരിയ പോസിറ്റീവ് ആണ്. ഇവിടെ 3 ഇൻറ്റു ഇത് എത്രയാണ്? 2 4 അല്ലേ വരിക? എത്രയാണ്? 3 × 4 ശരിയല്ലേ? 2 2 ക്യാൻസൽ ആണ്. ഇത് 6 ആണ്, ഇത് -6 ആണ്. ഇത് ക്യാൻസൽ ആയിപ്പോയില്ലേ? ആൻസർ 12 അല്ലേ വരിക? 12. ഓക്കെ, നമ്മൾ ആൻസർ ഏതാണ് വരിക? സി ആണ് വരിക. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ട മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇനിയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റിലോ സെക്കൻഡിലോ ക്ലിയർ ആയിന്ന് ഞാൻ വിശ്വസിക്കുന്നു. റെഡി അല്ലേ?